നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഇവരെല്ലാം ഓരോ പരിപാടിക്കായിട്ട് പോകുമ്പോൾ സ്റ്റേജിൽ വെച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതും കൊടുക്കുന്നതൊക്കെ ഒരു പതിവാണ്. അതുമാത്രമല്ല, ചിലപ്പോൾ റോഡ് ഷോയ്ക്കിടയിലൂടെയും പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർക്കോ ഇത്തരത്തിൽ സമ്മാനങ്ങൾ അവരുടെ ആരാധകരും അല്ലെങ്കിൽ അണികളും മറ്റും നൽകുന്നതും ഒരു പതിവ് കാഴ്ചയാണ്. ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു ഇത്തിരി കുഞ്ഞൻ സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അപൂർവ നാനോ ശില്പം സമ്മാനിച്ചിരിക്കുകയാണ് BJP. 5 മില്ലിമീറ്റർ മാത്രം ഉയരമുള്ള മോദിയുടെ ശില്പം പൂജപ്പുര സ്വദേശി ഗണേഷ് സുബ്രഹ്മണ്യമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മോദിയുടെ ലോകത്തെ ഏറ്റവും ചെറിയ പൂർണ്ണകായ ശില്പമാണിതെന്ന് ഗണേഷ് പറഞ്ഞു. മൊട്ടസോജയ്ക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ലെൻസ് ഉൾപ്പെടെ ഫ്രെയിം ബോക്സിൽ സ്ഥാപിച്ച ശില്പം BJP ജില്ലാ പ്രസിഡന്റും കൂട്ടരും ചേർന്ന് പ്രധാനമന്ത്രിക്ക് കൈമാറി. മാർബിൾ പേസ്റ്റും കളറുമാണ് മാസങ്ങളെടുത്ത ശില്പ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. അനന്തപത്മനാഭന്റെ ശില്പവും ജില്ലാ കമ്മിറ്റി സമ്മാനിച്ചു. രാമലക്ഷ്മണന്മാരും സീതയും ഉൾപ്പെട്ട ശില്പവും അയോധ്യ ക്ഷേത്രത്തിന്റെ ഛായാചിത്രവുമാണ് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത്. 12 മണിയോടെ NDA സമ്മേളനത്തിൽ പ്രധാനമന്ത്രി എത്തുമെന്നായിരുന്നു ആദ്യം അറിയിപ്പ്. എന്നാൽ അദ്ദേഹം വേദിയിലെത്തുമ്പോൾ 1:10 കഴിഞ്ഞു. 2 മണിയോടെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. അതിനിടയിലായിരുന്നു വേദിയിൽ വെച്ച് ഇത്തരത്തിലുള്ള സമ്മാനം നൽകിയത്. ഏതായാലും പ്രധാനമന്ത്രിക്ക് തന്റെ കൈകൊണ്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സമ്മാനം നൽകാൻ സാധിച്ചതിലുള്ള സന്തോഷമാണ് ഇതിന്റെ നിർമ്മാതാവിനുള്ളത്. ഏതായാലും ഇതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ മലയാളത്തിൽ പ്രസംഗിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരം തുടങ്ങിയതുപോലും. എൻ്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞാണ് മോദി പ്രസംഗം തുടങ്ങിയത്. അനന്ത പത്മനാഭനെ നമസ്കരിക്കുന്നുവെന്നും കേരളം എന്നും സ്നേഹം നൽകിയെന്നും തിരുവനന്തപുരം വരുന്നത് എപ്പോഴും സന്തോഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു സമ്മേളനം നടന്നത്. സമ്മേളനത്തിൽ PC ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ പാർട്ടി BJP ലയിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് 1:20 മോദി തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിച്ചു. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് തിരുനെൽവേലിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വീണ്ടും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് 1:15 മഹാരാഷ്ട്രയിലേക്ക് പോകും. കേരളത്തിൽ NDA ഇത്തവണ ഇരട്ടയക്ക സീറ്റ് പ്രതീക്ഷിക്കുന്നതായും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നടത്തുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കേരളത്തിൽ ഇത്തവണ പ്രത്യേക ഉത്സാഹവും 2019 ആവേശവും കാണുന്നുവെന്നും മോദി പറഞ്ഞു. BJP പക്ഷം രാജ്യത്ത് 400-ലധികം സീറ്റ് നേടുമെന്നും ഇത്തവണയും പരാജയപ്പെടുമെന്നും പ്രതിപക്ഷത്തിന് ഉറപ്പാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു.